അല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ജാബിർ കായക്കൂടി നമ്മളത് മരിച്ചു പോയില്ലേ? സൗദിയിൽ നമ്മളെ 2 പ്രവർത്തകന്മാർ വെന്ത് മരിച്ചില്ലേ? MSMൻ്റെ പ്രവർത്തകൻ മരിച്ചില്ലേ? ആക്സിഡൻറ്റിൽ മരിച്ചില്ലേ? അവരൊക്കെ അവരെ ഖബറിലേക്ക് എത്തി, അവർ പരലോകത്തേക്ക് എത്തി. അവർ പ്രവർത്തിച്ചുള്ള കൂലി കിട്ടും. അള്ളാഹു അവർക്ക് മഅഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ സഹോദരങ്ങൾ, ഇത് എന്താവുമെന്ന് പറഞ്ഞാണ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കിങ്ങനെ ആയുസ് പടച്ചോൻ തന്നിക്കുക, എന്താകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ നമ്മൾ സജീവമായി പ്രവർത്തിക്കുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനൂ മഅസ്വാദിഖീൻ. വിശ്വാസികളെ, അല്ലാഹ് നിങ്ങൾ സൂക്ഷിക്കണം, സത്യവാന്മാരോടൊപ്പം നിങ്ങൾ നിൽക്കണം, ഹക്കിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുക. എന്നാൽ നമ്മൾ പരലോകം നമുക്ക് രക്ഷപ്പെടും, നമുക്ക് രംഗത്ത് പ്രവർത്തിക്കാനും പറ്റും. പ്രബോധനം ഒന്നും ഇവിടെ മുടങ്ങൂല. അൽഹംദുലില്ലാ റാഹത്തായി നമ്മളെ പരിപാടികൾ നടക്കുന്നു. ഇപ്പോൾ ഇൻസൈറ്റ് എക്സിബിഷൻ കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞു, ആലുവയിൽ കഴിഞ്ഞു, കോട്ടക്കലിൽ കഴിഞ്ഞു. ഇതാ നാളെ കൊണ്ടോട്ടിയിൽ സമാപിക്കുകയാണ്. അടുത്ത പ്രദേശങ്ങൾ തുടങ്ങുകയാണ്. ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. എല്ലാ രംഗത്തുള്ള പ്രവർത്തനങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ട്. ഇതിനിടക്ക് തൗഹീദിൻ്റെ പ്രബോധനവുമായി പോകുമ്പോൾ ഇന്നുവരെ ചരിത്രത്തിലില്ലാത്ത ആക്രമണങ്ങൾ, ബോംബേറുകൾ വരെ നമ്മുടെ പ്രവർത്തകന്മാർക്ക് നേരെ വരുന്നു. സലാഹുദ്ദീൻ ഷൊഴലി എന്ന് പറയുന്ന പ്രബോധകന് നേരെ പേരാമ്പ്രയിൽ വെച്ച് ഒരു ബോംബേറുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതികളെ പിടിച്ചേ അടങ്ങൂ. അതിനുവേണ്ടി മുജാഹിദുകൾ ഒറ്റക്കെട്ടായി ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ രംഗത്തിറങ്ങുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അവനെ അവഗണിച്ചുകൊണ്ട് ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് ഈ തൗഹീദിൻ്റെ പ്രബോധന രംഗത്ത് മുന്നോട്ട് പോകണം. ആ ബഹുമാന്യനായ സലാഹുദ്ദീൻ ഷൊയ്ലിക്ക് അദ്ദേഹത്തിൻ്റെ മുറിവ് എത്രയും പെട്ടെന്ന് ഉണങ്ങി ഷെഫയായി നമ്മോടൊപ്പം പ്രവർത്തിക്കുവാനുള്ള ആഫിയത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി ഇത് കേട്ടുനിന്ന എല്ലാവർക്കും ഞാൻ വ്യക്തിപരമായി നന്ദി പറയുന്നു. ഒരു കാര്യം, ഭൗതികമായ താല്പര്യങ്ങളിൽപ്പെട്ടുകൊണ്ട് ഒരിക്കലും നമ്മുടെ പരലോകം നമ്മൾ നശിപ്പിച്ച് കളയരുത്. വിഷയങ്ങൾ പഠിക്കുക. എന്ത് വിഷയങ്ങളായെങ്കിലും പഠിച്ചാൽ മനസ്സിലാകും. ഒരിക്കലും ശിർക്കാരോപണം നമ്മൾ ആർക്കെതിരിലും നടത്തരുത്, ഒരിക്കലും നടത്തരുത്. കാരണം ശിർക്കാരോപണം നടത്തിയാൽ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത് വളരെ ഗുരുതരമാണ് അതിൻ്റെ ശിക്ഷ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരെങ്കിലും ആർക്കെതിരില്ലെങ്കിലും ശിർക്ക് ആരോപിച്ചു കഴിഞ്ഞാൽ അവരെ പറ്റി പറഞ്ഞത് അയ്യുമാ റജുലിൻ കഫറ റജുലൻ ഫഇൻ കാന കമാ ഖാല ഇല്ലാ ഫഖദ് ബാഅ ബികുഫ്രിൻ. ഏതൊരാൾ മറ്റൊരാളെ സത്യനിഷേധി എന്ന് വിശേഷിപ്പിക്കുമ്പോഴും അയാൾ പറയും പോലെ തന്നെയാണ് വിശേഷിപ്പിക്കപ്പെട്ട ആളെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇല്ല എങ്കിൽ പറഞ്ഞവൻ കാഫിറായി മാറും. അതായത് ഒരാൾക്ക് ശിർക്കില്ലെങ്കിൽ നമ്മൾ അയാൾക്ക് ശിർക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ശിർക്കിക്ക് പോകുന്നു. ആരെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കിയത് വെച്ചിട്ട് ഓനെ ജിന്നേന്ന് വിളിക്കുക, ഇവനെ മലക്കേന്ന് വിളിക്കുക, ഇവനെ ജിന്നൂരിയെന്ന് വിളിക്കുക, ഇവൻ ശിർക്കിക്ക് പോയി എന്ന് പറയാം. അവനാൻ്റെ ഖബറാണ് പോവുക, അവനാൻ്റെ പരലോകമാണ് പോവുക. അതുകൊണ്ട് നല്ലോണം ആലോചിക്കുക. നമ്മൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുക. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ജീവിതം ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയണം. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പ്രബോധന രംഗത്ത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് ലഘൂകരിച്ച് തരുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തക്കികളിൽ, മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ബഹുമാന്യരായ സലാഹുദ്ദീൻ ഷൊഴലി, അതുപോലെ ഫൈസൽ മൗലവി, അതുപോലെ തന്നെ അനിലാൽ ആസാദ് പോലെയുള്ള പ്രവർത്തകന്മാർക്കൊക്കെ അവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് അവരുടെ രോഗം ശമനം നൽകുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.